Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. എന്നെ നല്ലപോലെ കേൾക്കാമോ? കേൾക്കാമോ നന്നായിട്ട്? Yes, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. അയ്യോ ബേബി ആരാണോ? ഓക്കെ. ആരാ പ്രേയേഴ്സ് ഓഫ് റെഡി ആയിട്ടുള്ളത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിവൺ? മറന്നുപോയോ? കുറെ നാളായി കണ്ടതുപോലെ ദിവസം അല്ലേ? ഇനി വൺ പ്രേയേഴ്സ് ഓഫിന് റെഡി ആണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയറിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. യെസ് തന്നെ ആണ്. പ്രേയറിന് റെഡി ആയിരുന്നോ? ഓഡിയോ ഓൺ ആയപ്പോ ഞാൻ വിചാരിച്ചു പ്രേയർ റെഡി ആയി. ചൊല്ലിയിട്ട് തന്നെ കുഴപ്പമുണ്ടോ മാം? മറ്റു ക്ലാസ്സുകളിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വോട്ടിംഗ് ആയിരുന്നു. ഏറ്റവും നല്ല പ്രെയർ ആരുടെയാണെന്ന് നമ്മൾ വോട്ട് ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്യും. അങ്ങനെ ബെസ്റ്റ് പ്രെയർ ആരുടെയാണോ സെലക്ട് ചെയ്തിട്ട് ആ ഇയർ ആ ഒരു പ്രെയർ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ ഒരു മെത്തേഡ് അറിയില്ലാന്നേ ഉള്ളൂ. എല്ലാവരുടെയും കേൾക്കാലോ, അതുകൊണ്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. all of God's creation is beautiful. Earth is God's creation. The sun's morning rays, snowdrops falling on leaves, flowers that bloom on plant, the sound of wind and the sound of birds, all are God's creation. Everything belongs to God's. Life are all in God's hand. Thank you God for protecting us. Thank you for our life. Thank you. ഓക്കെ. ആക്ച്വലി നമ്മൾ സൈക്കോളജി എന്നുള്ള നമ്മളുടെ യൂണിറ്റ് 6 കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, ഞാനൊന്ന് അത് കഴിഞ്ഞിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ ആ മോഡ്യൂൾ വൈസ് ഒന്ന് പറയാറുണ്ട്. അതായത് മോഡ്യൂൾ 1 പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ചൈൽഡ് വെൽഫെയർ സ്റ്റാർട്ടിങ്സ് എടുത്തു കഴിഞ്ഞല്ലോ. പാർട്ട് 1 കംപ്ലീറ്റ് ആയി. പാർട്ട് 2 ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പാർട്ട് 2 4th യൂണിറ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. വേറെ കൊണ്ടല്ല, അത് സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് പാർട്ട് 4 എടുക്കാന്നാണ് വിചാരിച്ചത്. പാർട്ട് 2 യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാമെന്നാണ് കരുതിയിരുന്നത്. 6 ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഓൾമോസ്റ്റ് തീർന്നു. സൈക്കോളജി, അതിന് നമ്മൾ ആരെ പറ്റിയാണ് പറഞ്ഞത്? എറിക്സന്റെ സൈക്കോ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ അത്? യെസ് മാം, കംപ്ലീറ്റ് ആയി. ഞാൻ അതിന്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷമല്ലേ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞത്? അതെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര പേരുണ്ട് ഈ ക്ലാസ് റൂമില്, ഇൻക്ലൂഡിങ് മീ? 41 ആണോ? 54 കാണിക്കുന്നു. 52 കാണിക്കുന്നു ഇപ്പോ. 55 നമുക്കൊന്ന് വിചാരിക്കാം. ഇതില് എത്ര പേർക്ക് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റും? വീഡിയോ ഞാൻ പറയില്ല. ഓക്കെ, ഫൈൻ. ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇത്. ഭയങ്കരമായിട്ട് നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കേണ്ടതൊന്നുമല്ല. ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവര് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പഠിക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഇൻസ്റ്റന്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു വേർഡ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആരെങ്കിലും ഓരോരുത്തരായിട്ട് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു. ഫസ്റ്റ് ആരാന്നുള്ളത് പേര് പറഞ്ഞങ്ങ് പറഞ്ഞോളൂ. വിനീത. വിനീത. ഓക്കെ, വിനീത പറയട്ടെ. ബാക്കി എല്ലാവരും മ്യൂട്ട്. ഞാനും മ്യൂട്ട് ആവണം. മിസ് പ്രയർ.
പ്രെയർ. ഓക്കെ വിനീത, എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് പ്രെയർ. ആലോചിക്കാനല്ല, എല്ലാരും ആ ഇൻസ്റ്റന്റ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടതേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യമാണ് പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ഷൈജ. അലീഷയാണോ പറയാൻ ആ വന്നത്? അലീഷ. ആപ്പിൾ. ആപ്പിൾ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ, ഞാൻ വേർഡും പറഞ്ഞു സെന്റൻസും പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് സെന്റൻസിലും പറയാം, വേർഡിലും പറയാം. ഞാൻ പറയാം മാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തുക. ഒരാള് പെട്ടെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് മ്യൂട്ട് ആകും. അയാൾ പറഞ്ഞു. ശരി. ഞാൻ ആരുടെ കേട്ടത് മനസ്സിലായില്ല. പുച്ചുറാണിന്ന് എഴുതിയിരിക്കുന്നു. പുച്ചുറാണിയാണോ പറഞ്ഞത് ഇപ്പൊ? ഞാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അനുപമയിലേക്ക് വരാം. പുച്ചുറാണി എന്താ പറഞ്ഞത്? ഞാൻ എനിക്ക് പെട്ടെന്ന് ഹാപ്പിനെസ് എന്നുള്ള ഒരു വേർഡാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അനുപമ നെക്സ്റ്റ്. മസാല ദോശ. നല്ല വിശപ്പ്. അപ്പൊ അതാ വന്നത്. എന്താണ്? നല്ല വിശപ്പുണ്ട്. വിശപ്പ്. നെക്സ്റ്റ് വേർഡ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത്. ശില്പ മെന്റൽ ഹെൽത്ത്. ഓക്കെ ഫൈൻ. ഹാപ്പി. അമൃത. അമൃത ഹാപ്പി. ഓക്കെ. അശ്വതി ഹെൽത്ത്. നമുക്കിവിടെ എഴുതിയേക്കുന്ന വായിക്കാട്ടോ. ശില്പ കേസ് മൈ സൺ. ഓക്കെ. നെക്സ്റ്റ് സുരഭി പാറു അംബീഷൻ. സരിജ പ്രേ ഫോർ ഹാപ്പിനെസ്. തസ്രീഫ പീസ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിക്കണേ. സെറീന മദർ. ഷജിക സൈക്കോളജി. ഷീന സ്കൂൾ. സുജാത. ഓക്കെ. ജോബി ഗോഡ് ഈസ് ഗ്രേറ്റ്. സൗമ്യ ഫേമസ്. നസീഷ് സിക്കാർ. ശ്രുതി മൈ ബേബി. സജന ഷിഹാൻ. ഓക്കെ. എനിക്ക് ഇതിനകത്ത് എങ്ങനെയാ മെസ്സേജ് ഒക്കെ എടുക്കുന്നതെന്ന് അറിയില്ല. വരുന്നത് പെട്ടെന്ന്. റോൾ മോഡൽ അഖില. അലൈന മദർ. രമ ലവ്. ജിഷ സക്സസ്. ശാന്തി മൈ ഡോട്ടേഴ്സ്. അങ്കിത ഹൗ ആർ യു ഓൾ? ഫൈൻ മീ ആൻഡ് ഐ തിങ്ക് എവ്രി വൺ. വിഷ്ണുപ്രിയ മൈ ഡോട്ടർ. ബിനീഷ മൈ സൺ. മെറൻ മറിയ മുണ്ടിസോറി. വെരി ഗുഡ്. സൂര്യ മദർ. ഗീതു മഴ. മഴ പെയ്യുന്നുണ്ട് എവിടെയെങ്കിലും? ഇത്തിരി കുറഞ്ഞില്ലേ? അനീഷ ഈ സമയവും കടന്നു പോകും. വരും. ഇനി ആരാണ് നമുക്ക് പറയാനുള്ളത്? ശ്വേത ഇമോഷൻസ്. മിസ്സേ. എന്തോ? സുബിത. താങ്ക് ഗോഡ്. താങ്ക് ഗോഡ്. ദൈവത്തിന് മാം, ഇത് എന്തിനെ കുറിച്ചായി പറയുന്നത്? ഞാനിപ്പോ ജോയിൻ ചെയ്തേ. കയറിയവരുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഇൻസ്റ്റന്റില് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം, വേർഡ് ഓർ സെന്റൻസ്. സെറീന എന്തെങ്കിലും പറയണം? സെറീന ഒക്കെ മൈക്കോൺ ആണല്ലോ. മൈക്കോൺ ആക്കിയിട്ട് പറയുകയാണോ? ഐശ്വര്യ ഹാവ് എ ഗുഡ് ഡേ. ദിനീഷ മഴ. അഞ്ജലി മൈട്രീം. ജയശ്രീ അമ്മ. ഓക്കെ, മെസ്സേജ് വായിച്ചോളൂട്ടോ നിങ്ങൾ. അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന്. ഹുസൈന ചാൻസ്. ശ്രുതി മൈ ഫാമിലി. മാം, എന്റെ മനസ്സിൽ വരുന്നത് മൈ ലാസ്റ്റ് ചാൻസ്. എന്താണ്? മൈ ലാസ്റ്റ് ചാൻസ്. മൈ ലാസ്റ്റ് ചാൻസ്. യാ. എനിക്ക് വന്നത് മൈ ലാസ്റ്റ് ചാൻസ്. ജെസ്സി ഫേസ്. ഓക്കെ ഫൈൻ. ഓക്കെ, സെന്റൻസ് വളരെ കുറവാ വന്നത്. ഈ സമയം കടന്നു പോകും. എനിക്ക് പറയാൻ എന്റെ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് കേൾക്കാൻ സമയമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും ടൈമിന്റെ കുറെ ഓർഡറാണ് പതിവ്. എന്നാലും ഐ വിഷ് ടു സേ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. സമയമുണ്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് നിങ്ങൾ ഇടയ്ക്ക് നമുക്ക് വലിയ ക്ലാസ്സിലെ സ്കൂളിൽ പിള്ളേരോട് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് വരും. ഗോഡ് ഈസ് മൈ ഗോഡ്. മാം, എനിക്ക് പറയാനുണ്ട്. ഈ 24 മണിക്കൂറിനുള്ള ഒരു 36 മണിക്കൂറായിരുന്നെങ്കിൽ ഒരു ദിവസം. സത്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് നിങ്ങളാരും കണ്ടോന്ന് എനിക്കറിയില്ല. പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കും, സമയം നമുക്ക് കിട്ടില്ല നമുക്ക്. ഓക്കെ. മാം, ഒരു ചൊല്ലുണ്ടല്ലോ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. അത് ഇതിൽ എത്ര യാഥാർത്ഥ്യാണെന്ന് തോന്നിപ്പോകും. നമുക്ക് നിമിഷമാണ് മാം ഒരു ദിവസം. കാരണം വയസ്സായവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു യുഗം പോലെയാണ്. അവർക്ക് ധാരാളം ടൈം ഉണ്ട്. നമുക്ക് ഒട്ടുമില്ലാത്തത് ടൈമാണ്. പെട്ടെന്ന് ഓടിപ്പോകും അല്ലേ? ഒരു കാര്യമൊക്കെ ചെയ്ത് തീർക്കാനും പറ്റില്ല.
പക്ഷെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ സമയം എന്താ പോവാത്തേന്ന്. ശരിയല്ലേ? ആ അതുണ്ട് അത് അതുണ്ട്. മാം, കുട്ടികൾ സ്കൂളിൽ പോയി അതുണ്ട് കഴിഞ്ഞാൽ മാം. ചോദിക്കും സമയം എന്താ പോവാത്തെ. ആ അതന്നെ. നമ്മള് എപ്പോഴും പണിയെടുക്കുമ്പോ നമുക്ക് തോന്നും ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കണം എന്ന്. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും വയ്യാണ്ട് ഇരിക്കുമ്പോഴേക്കും തോന്നും അയ്യോ എന്തെങ്കിലും പണി ചെയ്താൽ മതി, വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല തോന്നും. ഓക്കെ ഓക്കെ. സമയം നമ്മള് ശരിക്കും മാനേജ് ചെയ്താൽ 24 മണിക്കൂറിൽ ചെയ്യാം നമുക്ക് എല്ലാ കാര്യങ്ങളും. നമ്മൾ ആ ടൈം മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ പ്രായമായവര് എന്ത് കൃത്യമായിട്ട് അവര് വയ്യാന്നൊന്നും പറഞ്ഞിരിക്കില്ല. അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകും. അഞ്ജലിയുടെ മെസ്സേജ് കണ്ടോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് തോന്നിയിരുന്നു. പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകാറേ ഇല്ല. അതെ. രാത്രി ഉറക്കം വരാണ്ട് എണീറ്റ് കിടക്കില്ലേ? 3 മണിക്ക് ഇങ്ങനെ പുലർച്ചെക്ക് എണീറ്റ് കിടക്കില്ല. അപ്പൊ എത്ര സമയം നോക്കിയാലും സമയം നീങ്ങില്ല. മാം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞതേ, എനിക്ക് പ്രീമച്വർ ആയിരുന്നു ഡെലിവറി. അപ്പോ ഫസ്റ്റ് ഫ്ലൂയിഡ് ബ്രേക്ക് ആയപ്പോ ഒരു 5 ദിവസത്തില് എന്നെ ലേബർ റൂമിന്റെ ഉള്ളിൽ തന്നെ കിടത്തിയിരുന്നു. അതിന്റെ ഉള്ളിൽ പുറത്താരും കാണാൻ നമുക്ക് പറ്റില്ല. അതിന് നേഴ്സുമാരും നമ്മൾ മാത്രം. ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും പോവുമല്ലോ, ഞാൻ മാത്രമേ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു കോവിഡ് പേഷ്യന്റ് പെട്ടെന്ന് അവര് ടെസ്റ്റ് ചെയ്യാതെ ഉള്ളിൽ കയറി വന്നു. അപ്പോഴാണ് അവരെന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കുന്നത്. അത്രയും ദിവസം അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പൊ ടൈമേ പോയില്ല, നമുക്കറിയില്ല, ഫോണില്ല, ഒന്നുമില്ല, ഒന്നും നോക്കാൻ ആരോടും ഉണ്ടായില്ലല്ലോ. ആ ടൈം ശരിക്ക് പെട്ടുപോയ പോലെയായിരുന്നു. അതെ അതെ. ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ഓട്ടത്തിലായിരുന്നു പേടി ഷിഫ്റ്റിങ്ങിൽ. ഇപ്പോഴും ഞാൻ ഒതുങ്ങിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് എനിക്ക് മനം പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോ ആക്ച്വലി ഞാൻ ഐപാഡ് ഒന്ന് പഠിച്ച് എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്കത് നടന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ മോഡ്യൂളും പാർട്സും യൂണിറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇപ്പൊ മോഡ്യൂൾ 1 ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 1 8 യൂണിറ്റ്സും കഴിഞ്ഞു. പാർട്ട് 2 6ാമത്തെ യൂണിറ്റ് സൈക്കോളജി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് യൂണിറ്റ് 4 അതിന് മുമ്പുള്ളതാണ്. യൂണിറ്റ് 4 ഞാനും അതും കൂടെ കണക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് ഞാൻ ശരണ്യൻസിനോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ ആ ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറ്റി ഒരു ബ്രീഫിംഗ് ഞാൻ തരാം. അത് നാളെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ സൈക്കോളജിയിലെ കുറെ കാര്യങ്ങൾ പഠിച്ചു. സൈക്കോളജിന്ന് കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ നോർമലി ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതല്ല ആക്ച്വൽ സൈക്കോളജി എന്നുള്ളത്. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ നല്ലപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലാണ് അയാളെ ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെ? അതിപ്പോ നമ്മൾക്ക് ഓരോ റോളുണ്ട്. നമ്മള് ഒരു മകളായി ജനിക്കുന്നു, പിന്നെ സഹോദരിയാകുന്നു, പിന്നെ ഒരു പാർട്ണർ ആകുന്നു, ഫ്രണ്ട്സ് സുഹൃത്താകുന്നു, പിന്നെ അമ്മയാകുന്നു. അങ്ങനെ പല പല സ്റ്റാറ്റസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അറിയാതെ നമ്മൾ ഈ സൈക്കോളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിനനുസരിച്ച് ആളുകളായിട്ട് ഇത് ചെയ്യുന്നത്. കാരണം ഒരാൾ നമ്മളുടെ മുമ്പിൽ വന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. നമ്മള് ഒരു സമയത്ത് ഒരു പക്ഷെ നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകുക അങ്ങനെ അയാളോട് തിരിച്ചു പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ ആരാണെങ്കിലും കുറച്ച് സമയം അവർക്ക് കൊടുക്കാം. അവര് ചിലപ്പോ റീടേക്ക് ചെയ്ത് തിരിച്ചു വരും. എന്നെ ഒരു സ്റ്റുഡന്റ് ഇതുപോലെ എന്റെ നേരെ ഷൗട്ട് ചെയ്തിരുന്നു. അത് പണ്ടാക്കി ഒരു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. പക്ഷെ ഞാൻ മുഴുവൻ ആ കുട്ടി പറഞ്ഞത് കേട്ടോണ്ടിരുന്നു. ആഫ്റ്റർ മോണ്ടിസോറി ആഫ്റ്റർ MSW ഇത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലാവുകയാണ്. ആക്ച്വലി മോണ്ടിസോറി കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. MSW അതിന്റെ ഒരു ഭാവം കൂടെ ആയി കഴിഞ്ഞപ്പോ രണ്ടും കൂടെ ആയപ്പോ അത് നല്ല രീതിയിൽ എന്റെ വർക്കൗട്ട് ആയി. ഞാൻ ഒരു അരമണിക്കൂറോളം ഇവന്റെ ദേഷ്യം വേറൊരാളോടുള്ള ദേഷ്യമാണ് എന്നോട് കാണിക്കുന്നത്. എന്നോട് പറഞ്ഞു തീർക്കുക. പ്രിൻസിപ്പളിനോട് പറയാനുള്ളത് അവൻ എന്റെ അടുത്ത് പറഞ്ഞു തീർക്കുക. ഇല്ലാതെ കേട്ടോണ്ടിരുന്നു. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ എന്റെ ക്യാബിനിൽ വന്നിട്ടുണ്ട് മിസ്സോ പെട്ടെന്ന് ദേഷ്യം. സാരമില്ല, ഞാൻ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് പോയി ഒരു കോഴ്സ് പഠിക്കുക ഒന്നുമല്ല, നമ്മള് പെരുമാറുന്നതിനനുസരിച്ച്. കാരണം പൊതുവെ ലേഡീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറിച്ചു നടൽ ലൈഫിന്റെ ഒരു പകുതിയാകുമ്പോൾ നടക്കാറുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മാരേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ചുറ്റുപാടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്നു, പുതിയ സാഹചര്യം,
പരിചയപ്പെടാൻ പെടേണ്ട കുറേ ആളുകൾ. അത് നമ്മൾ ബന്ധുക്കളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. രണ്ട് സൈഡ്, നമ്മുടെ സൈഡിലുള്ളവരെയും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ സൈഡിലുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ വല്ലാതെ ചിലപ്പോ നമ്മളങ്ങ് സ്ട്രെസ്ഡ് ആവോ, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി ചില സിറ്റുവേഷനില് രണ്ടും ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ ഭംഗിയായിട്ട് സ്ത്രീകൾ ചെയ്യും കേട്ടോ, ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മള് അങ്ങനെ സൈക്കോളജിക്കലായിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ മോണ്ടിസോറി ട്രെയിനർ എന്ന് പറയുമ്പോൾ, ഡയറക്ടർസ് എന്ന് പറയുമ്പോൾ സൈക്കോളജി നല്ല രീതിയിൽ മനസ്സിലാക്കി വേണം അതിലേക്ക് പോവാൻ. അതൊക്കെയായിരുന്നു നമുക്ക് സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ബാക്കിയായിട്ട് സൈക്കോളജിയുടെ അടുത്ത യൂണിറ്റ് വരുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അറിഞ്ഞിരിക്കണം. വേറെ ഒന്നുമല്ല, കുട്ടികളിലെ ബുദ്ധിവികാസം, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അവരുടെ തിങ്കിങ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം അവരുടെ അഭിരുചികള്, അവരെങ്ങനെയാണ് ഒരു കാര്യം, ഒരു പ്രോബ്ലം കൊടുത്ത് അത് എങ്ങനെ സോൾവ് ചെയ്യണം, അതിന്റെ ഡെവലപ്മെന്റ് എവിടെയാണ്, എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് ചെയ്തിട്ട് നാളെ ചെയ്ത് കഴിയുമ്പോഴേക്കും, നാളെ ആ സ്ക്രീൻ ഷെയറിംഗ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ കുട്ടികളുള്ള അമ്മമാര് നമ്മളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് കുട്ടികൾ വലുതായ അമ്മമാരുണ്ട്. അത് കൂടാതെ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും ബേബി വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. ഞാൻ പറയുകയാണ്, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതിന്റെ ബുദ്ധി വികാസം, അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റോള് വളരെ കൂടുതലാണ്. അമ്മമാർ ഈവൻ 3 to 6 years കുട്ടികളെ നമുക്ക് കിട്ടിയാലും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അത് പറ്റും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് അവരെ പല ക്വാളിറ്റി ഇന്ററാക്ഷൻസിൽ എൻഗേജ് ചെയ്യിക്കുക. ക്വാളിറ്റി ഇന്ററാക്ഷൻസിൽ എൻഗേജ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ടൈപ്പ് ഇന്ററാക്ഷൻസ്? നിങ്ങളുടെ മുമ്പിൽ ഒരു 3 വയസ്സുള്ള കുട്ടി വരും, എന്തെല്ലാം ഇന്ററാക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കുഞ്ഞു ബേബി 1 month കഴിഞ്ഞു, 2 months ആവാറായി, ഈ കുഞ്ഞു ബേബിയുടെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുക, എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം എക്സ്പ്രഷൻ നിങ്ങൾ ഫേസ് കൊണ്ട് കാണിക്കും, കൈ കൊണ്ട് കാണിക്കും? ആദ്യം തന്നെ കുഞ്ഞിന്റെ നോട്ടമൊക്കെ ഒന്ന് ക്ലിയർ ആയി വരയില്ലേ ഉള്ളു ഈ സമയത്ത്. അപ്പൊ നോട്ടമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ആ മുകളിൽ കിടന്ന് കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ മാം, കളിപ്പാട്ടം, പണ്ട് കാലത്ത് ഇങ്ങനെ കീ കൊടുത്ത് അതൊക്കെ എടുത്തൊന്ന് കളിപ്പിക്കും. പിന്നെ കുട്ടിയുടെ ഇത് കേൾവിയൊക്കെ കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് ഈ മറ്റേ കിലുക്കമൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ വാവേന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മൾ ഈ പല സൗണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ കയ്യും വെച്ച്, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കും. അപ്പൊ കുഞ്ഞ് നന്നായിട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ആ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് പിന്നെ ധൈര്യമായി. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞും അതിനോടൊപ്പം ശ്രദ്ധിക്കുമല്ലോ, ചിരിക്കുമല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിരുന്നത്. വേറെ ആർക്കും കുട്ടികളെ ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ്. ഫാൻ, ഇപ്പൊ പറഞ്ഞ ടോയ്സ്, കലണ്ടർ ആടുന്നത് നോക്കും എപ്പോഴും കുട്ടികള്. കുട്ടികള് നമ്മള് സിയ പറഞ്ഞോളൂ. ജയശ്രീ മ്യൂട്ട് ചെയ്തു, സിയക്ക് വേണ്ടിയിട്ട് മാറി പറയുന്നുണ്ട്. ജയശ്രീയിലേക്ക് വരാം. എന്താണ് സിയ പറഞ്ഞത്? ചുമരില് കലണ്ടർ അങ്ങനത്തെ ഇളകുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിൽ നോക്കി കിടക്കുന്നത് കാണാം എപ്പോഴും. പിന്നെ എനിക്ക് തോന്നുന്നു സ്മെല്ലാന്ന് തോന്നുന്നുണ്ട് കുട്ടികൾക്ക്. അമ്മമാരെ അടുത്ത് വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുന്നത് പാലിന്റെ ആ ഒരു മണം കൊണ്ടാണ് അവർ കൂടുതൽ ആദ്യം തിരിച്ചറിയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മള് എല്ലാവരും അവർക്ക് അറിഞ്ഞിട്ടല്ലെങ്കിലും അവർ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷൻസ് ഒക്കെ കുട്ടികളിൽ കാണാറുണ്ട്. ജയശ്രീ
കുട്ടികൾ ഇപ്പൊ ഈ ഫാനൊക്കെ എപ്പോഴും എന്തെങ്കിലും ചലിക്കണ സാധനത്തിലേക്ക് അവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ചൂട് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴല്ല അവർ കൂടുതൽ അതിലേക്ക്, ഇപ്പൊ കാക്ക എന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് കുട്ടികൾ കൂടുതലും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഒക്കെ, നോക്കണതും ശ്രദ്ധിക്കണതും ഒക്കെ അങ്ങനെ. നമ്മൾ കോമൺലി യൂസ്ഡ് ഒബ്ജക്ട്സിന്റെ പേര് വിളിച്ച് എപ്പോഴും കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ചിലപ്പോ അവരുടെ ഡെവലപ്മെന്റിന് ഭയങ്കര, അത് അവർക്ക് ഉള്ളിൽ പെട്ടെന്ന്, പക്ഷെ ഭയങ്കരമായിട്ട് അവര് ഫീഡ് ചെയ്യും പല കാര്യങ്ങളും. നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും മറന്നു പോകും. കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, നമുക്ക് സ്ട്രെസ് ഉണ്ട്. ഇവർക്ക് ടെൻഷൻസ് ഇല്ലല്ലോ, അവർ കിട്ടുന്നതെല്ലാം അങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുവാണ്. ടോയ്സ് അതുപോലെ പല ടൈപ്പ്, ഓരോ ഏജ് വരുമ്പോൾ ടോയ്സ് ഉണ്ടാവും, അത് എക്സ്പ്ലോർ ചെയ്യാനും അതിന് നമ്മളറിയാം, ബിൽഡിംഗ് ബ്ലോക്സ് അറിയാം. പിന്നെ ഒരു റിംഗ് ഇടുന്ന ടോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഒരു എന്താ പറയാ, പ്രിസല്ലല്ലോ, കോൺ ഷേപ്പിലുള്ള വന്നിട്ട് താഴെ ഏറ്റവും വലിയ റിംഗ്, അതിന്റെ മുകളിൽ അടുത്ത ഷേപ്പ്. ഇങ്ങനെ പല വലിപ്പം അനുസരിച്ചുള്ള റിംഗ് അല്ലേ മാം? അതന്നെ നമ്മളത് സ്കാറ്റർ ചെയ്തിട്ട് കൊടുക്കണം, അവര് തന്നെ ചെയ്യണം, നമ്മൾ ഹെൽപ്പ് ചെയ്യരുത്. അപ്പൊ ഇവർ ആദ്യം ഇടുമ്പോ ചിലപ്പോ ആദ്യത്തെ ആയിരിക്കില്ല, ഏറ്റവും വലുതായിരിക്കില്ല അവർ ഇടുന്നത്, അതിന്റെ ചിലപ്പോ ചെറുതായിരിക്കും. ഇത് താഴേക്ക് പോകാതെ വരുമ്പോൾ അവർ കുറെ ട്രൈ ചെയ്യും. പിന്നെ അവരത് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ട്രൈ ചെയ്യും. അവരെ അതിനെ അനുവദിക്കും, നമ്മളായിട്ട് പോയി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യരുത്. സെയിം ആ ഒരു മെത്തേഡ്സിലുള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ വൈ ക്വസ്റ്റ്യൻസ് കുട്ടികളിൽ നിന്ന്, അതെന്താ അങ്ങനെ, അതിങ്ങനെ ആവില്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ. അതിനെല്ലാം പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യണം. നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, എന്താണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ എല്ലാ മോണ്ടിസോറി ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരണ്യ മാം എന്തോ ഇങ്ങനെ ഈ ടോപ്പിക് എടുത്തിട്ടുണ്ട്. ആണോ? ഇത് കുട്ടിയുടെ നോട്ടം, പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കല്, ഇതൊക്കെ ശരണ്യ മാം മുമ്പ് ഏതോ ഒരു ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് എല്ലാത്തിനും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ മാം. ഇവരുടെ വൈ ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് അവര് ചോദിക്കുമ്പോൾ പക്ഷെ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ അതിനൊരു ആൻസർ കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് എന്താ പറയാ, ചില ടോയ്സിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അതായത് JCB, ആൺകുട്ടികളിലും ചിലപ്പോ പെൺകുട്ടികളിലും കാണായിരിക്കും JCBയോട് താല്പര്യം. എനിക്ക് കാറിനോട് താല്പര്യം. കുട്ടികൾക്ക് ബാർബി ഡോൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡോളിനോട് താല്പര്യം. ആനയുടെ ഡോളിനോട് താല്പര്യം. അത് ആ ഒരു ഏജിലായിരിക്കാം. പിന്നെ അവരതങ്ങോട്ട് വലുതാകുമ്പോൾ അവരത് മറക്കുമായിരിക്കും. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെ ബുക്സും പസിൽസുമായിട്ട് ഫെമിലറൈസ് ചെയ്യുക. കാരണം ഇനി വരുന്ന ജനറേഷനെങ്കിലും നമുക്ക് ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റം നമ്മൾക്കേ കഴിയുള്ളൂ. ബുക്സ്, പസിൽസ്, അതുമായിട്ട് ഇവരെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. അവർക്ക് പറ്റുന്ന രീതിയിൽ വഴി കണ്ടുപിടിക്കുക, കളർ ചെയ്യുക, ഡിഫറൻസസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഡിഫറൻസസ് കണ്ടുപിടിക്കുക. മെയ്സ് പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്ത് കിടക്കാതെ വഴി കണ്ടുപിടിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ തന്നെ പസിൽസ്, ചെറിയ ജിക്സോ പസിൽസ് ഉണ്ട്, പിക്ചർ പസിൽസ് ഉണ്ട്, ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്. അങ്ങനെ കുറെ സുഡോക്കു പോലെ സിമ്പിൾ ആയിട്ടുള്ള സുഡോക്കു ഒക്കെ ഉണ്ട് ആ ഒരു ഏജിലെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ. പിന്നെ റുബിക്സ് ക്യൂബ്, പിന്നെ കുറച്ചും കൂടെ വലുതാകുമ്പോൾ അവര് ഇൻഡോർ ഗെയിംസ് ഒക്കെ കളിക്കും. പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ കൊടുക്കാം, ലൂഡോ കൊടുക്കാം, ക്യാരം ബോർഡ്, ഇതിനെല്ലാം അവരെ ഒന്ന് ഫെമിലറൈസ് ആക്കിയിട്ട് അവരെ അതിൽ ഇൻട്രസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ആ ഡിജിറ്റൽ വേൾഡ് എന്നുള്ളത് ഇവർക്ക് അതിലേക്കുള്ള ഇൻട്രസ്റ്റ് അവരിൽ കുറയ്ക്കണം. അതൊരു ടാസ്ക് തന്നെയാണ്. കാരണം കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുന്ന അമ്മമാര് ഉണ്ട് പൊതുവെ. അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പല പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മൊബൈൽ വെച്ചിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു. ഈവൻ ഒരു ക്ലാസ്സിന് പോയപ്പോ 9th പഠിക്കുന്ന പെൺകുട്ടിയാണ്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് ഭയങ്കര പാമ്പറിംഗ് ആണ്. പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റമാണ്. അതിങ്ങനെ ഗ്രാൻഡ് മദറും
മദറും കൂടെ കഴിക്കാൻ കുട്ടി തന്നെ പോലും പ്ലേറ്റിൽ എടുക്കുന്നില്ല. കഴിക്കാനുള്ളതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് കുട്ടി മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെ ഒരു രീതികളൊക്കെ ഇപ്പൊ പലപ്പോഴും കാണാറുണ്ട്, പലയിടത്ത് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ട്രൈ ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാല് ഡിജിറ്റൽ വേൾഡ് കുറേയൊക്കെ കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ കുറേയൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകും. ഗ്രാൻഡ് പാരന്റ്സ്, പാരന്റ്സിന്റെ കരുതൽ എല്ലാം നഷ്ടമാകും, ഫ്രണ്ട്സിന് നഷ്ടമാകും. അപ്പൊ അതിൽ നിന്നെല്ലാം ഇനിയുള്ള തലമുറയെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആകുന്ന രീതിയിൽ വേണം നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഇടയ്ക്ക് കുട്ടിക്ക് ഒരു കിളി കൂട് വെക്കുന്നു, അപ്പൊ ഇങ്ങനെ കുട്ടി അത് കാണിച്ചിട്ട് അതെന്താ പറയാൻ പറയും തോട്ട്സ് ചിന്തിക്കാനുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ ഹിന്റ് പ്രോംപ്റ്റ് ഒക്കെ നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഔട്ടിങ്സിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതുപോലെ നമ്മുടെ വീടിനടുത്ത് പാർക്ക് ഉണ്ടെങ്കിൽ ചില പാർക്കുകളിലൊക്കെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളുടെ ഒരു ബിലീഫ് അനുസരിച്ച് ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിലീഫ് അനുസരിച്ച് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടിയെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ വലുതാവുമ്പോഴേക്കും അവർക്കത് താല്പര്യം അതിൽ ഇൻവോൾവ് ചെയ്യിക്കാന്ന് പറയുന്നത് കാരണം മോറൽ സൈഡ് കറക്റ്റ് ആണ്. ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫ് അല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ ആ ഒരു പ്രെയർ, നമ്മുടെ ഓരോരുത്തരുടെയും ട്രഡീഷൻസ് അനുസരിച്ചുള്ള പ്രെയറിലൂടെ കുട്ടി പോകുമ്പോൾ കുട്ടിക്ക് ഒരു മോറൽ സൈഡ് കിട്ടും. അവിടെ സെൽഫിഷ് മെന്റാലിറ്റി മാറും. എല്ലാവരോടും സ്നേഹം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, പീസ് മൈൻഡ് അതൊക്കെ കുട്ടിയിൽ വരും. ഇതുതരം ഒരു മെഡിറ്റേഷൻ പോലെ തന്നെയാണ്. അപ്പൊ അതൊക്കെ അതിലേക്കൊക്കെ കൊണ്ടുപോകും, ഒരു ബിലീഫിലേക്ക്. നമ്മളുടെ ബിലീഫ് എന്താണോ അതിനനുസരിച്ചുള്ള രീതികൾ. അല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് ചില വലുതാകുമ്പോ തിരഞ്ഞെടുത്തോട്ടെ ഇഷ്ടമുള്ള രീതികളാണ് അതൊക്കെ. പക്ഷെ ആ വലുതാകുമ്പോ തിരഞ്ഞെടുക്കണമെങ്കിൽ ബേസിലി അവർക്ക് അതിനുള്ള ഒരു നോളജ് വേണം. എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാവരുടെ വിശ്വാസവും റെസ്പെക്ട് ചെയ്യണം. എല്ലാവരും ആരാധിക്കുന്നത് ഒരു വലിയൊരു പവറിനെയാണെന്നുള്ളൊരു വിശ്വാസം കുട്ടിയിൽ ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത പല കാര്യം അവിടെ ഒന്നുകൂടെ പറയുന്നു, അത് ഷുഡ് ബി ഫാക്ട്. അത് ഫാക്ട് ആയിരിക്കണം, ലൈഫ് ബിലീഫ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓൾമോസ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ നമ്മളുടെ ഒരു റോള് എന്താണെന്ന് മനസ്സിലായത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ജീൻ പിയാഗറ്റ് ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ നാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. അപ്പൊ അത് വായിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ നമ്മളുടെ നോട്ട്സുകൾ നമ്മളുടെ PDF-ലുള്ളതും കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ അത് ക്ലിയർ ആണ്. ജീൻ പിയാഗറ്റിന്റെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. പിയാഗറ്റ് ശരിക്കും 4 മേജർ സ്റ്റേജസ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തത്. 4 മേജർ സ്റ്റേജസ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അത് 4 ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു, കുട്ടികളാണെങ്കിലും കുറച്ച് വലിയതായപ്പോ ടീനേജേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഒരു ഏജ് ആണെങ്കിലും യൂത്ത് ആണെങ്കിലും മിഡിൽ ഏജ് ആണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുമ്പോൾ നമ്മളുടെ സെൻസസ് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. നമ്മളിവിടെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും നമ്മളുടെ സെൻസസ് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്തിരുന്ന് ചിലപ്പോ ഇരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, ഒരു ഹോംവർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കും അവര് ഹോംവർക്ക് ചെയ്യുകയാണോ, ഡീവിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, മൊബൈൽ എടുക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ സെൻസസ് എല്ലാം യൂസ് ചെയ്ത് വേണം നമ്മളൊരു കാര്യം ചെയ്യും. ഇവിടെ കുട്ടികൾ എല്ലാ സെൻസസും അതുപോലെ എല്ലാ സൈക്കോ അനാലിസ്റ്റുകളും പറഞ്ഞത് തന്നെയാണ്. ഈവൻ ഒരു മോണ്ടിസോറി ഡയറക്ടേഴ്സിന് ഏറ്റവും പ്രധാനം വേണ്ടത് ആ ഒരു സെൻസസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. 4 സ്റ്റേജസ് പറഞ്ഞു. ഓരോ സ്റ്റേജും കുട്ടിയുടെ ഏജ് പീരീഡ്, ഓരോ ഏജ് പീരീഡ് ഉണ്ടല്ലോ, അതുമായിട്ട് ഓൾമോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പിയാഗറ്റ് പറഞ്ഞത്. നമ്മുടെ റിക്സണും ആ ഒരു രീതിയിലല്ലേ പറഞ്ഞേ, ബേർത്ത് തുടങ്ങി ഇത്ര വയസ്സ് വരെയും ഈ സ്റ്റേജ്, അങ്ങനെ ഓരോ സ്റ്റേജിലും വന്ന ഔട്ടം എന്താണ്, അങ്ങനെ ലാസ്റ്റ് ഡെത്ത് വരെയും വരുന്ന ആ ഒരു ഏജില്
ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങൾ. 40s ക്രിയേറ്റിവിറ്റി കൂടുന്ന കാര്യമല്ല. അങ്ങനെ പിന്നെ ഒരു 20+ ഒക്കെ ആവുമ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും, അങ്ങനെ ചിലര് നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ ഐസൊലേഷനിലേക്ക് പോകുന്ന, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവിടെയും ഏജ് വെച്ചിട്ടാണ് എറിക്സൺ സ്റ്റേജസ് പ്രപ്പോസ് ചെയ്തത്. ഇവിടെ പിയാഗറ്റും ഏജ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റേജസ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ സ്റ്റേജിലെ ഏജ് എന്ന് പറഞ്ഞാൽ ബേർത്ത് തുടങ്ങി 2 വയസ്സ് വരെയാണ്. ബേർത്ത് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെ. അതിന് അദ്ദേഹം കൊടുത്ത പേര് സെൻസറി മോട്ടർ സ്റ്റേജ് എന്നാണ്. നമ്മള് ജനിച്ച് പുറത്തേക്ക് വരുമ്പോ തന്നെ കുഞ്ഞുങ്ങൾ കരയും അല്ലെ, കൈക്കാലിട്ട് പിന്നെ അനക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് ഒരു മൂവ്മെന്റ്, ഞെളിപിരി കൊള്ളുന്നു, ഉറക്കത്തിൽ തന്നെ അവർ ചിലപ്പോൾ ഞെട്ടും. അങ്ങനെ അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്സ്, അവരുടെ മൂവ്മെന്റ്, ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ആ ഒരു ഡെവലപ്മെന്റ്, അതിങ്ങനെ മൂവ് ചെയ്യുക. അല്ലാണ്ട് സ്റ്റില്ലായിട്ട് കുട്ടി കിടക്കുന്നില്ല. ജനിച്ച് പുറത്തേക്ക് വരുമ്പോഴേ നമ്മൾ നിൽക്കുന്നതിന്റെ കരച്ചിലായിരിക്കും. കരഞ്ഞില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കരയിക്കാൻ നോക്കും ഡോക്ടേഴ്സ്. കരയണെന്നാ പറയുന്ന ഹാർട്ടിന്റെ ഏതോ ഒരു ചെറിയ ഭാഗം ഓപ്പൺ ആവും. ഈ സെൻസറി മോട്ടർ സ്റ്റേജ് ആണ് ബേർത്ത് തുടങ്ങി 2 ഇയേഴ്സ് വരെ. അത് ആദ്യം ഒക്കറേ. അപ്പൊ ഈ ഒരു സ്റ്റേജില് ശൈശവാവസ്ഥ എന്ന് നമ്മൾ പറയുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെ, ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയാം. കുട്ടി ജനിച്ച ഉടനെയുള്ളത് ശിശു എന്നാണല്ലോ പറയുന്നത്. ശൈശവാവസ്ഥ, ഇൻഫാന്റ് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷില് ശിശു എന്ന് പറയുന്നത്. ഇൻഫാൻസി സ്റ്റേജ്, ശൈശവാവസ്ഥ. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടിയുടെ തിങ്കിങ് എല്ലാം കണക്ട് ചെയ്യുന്നത് അതിന്റെ സെൻസസ്, അതിന്റെ മോട്ടർ ആക്ഷൻസ്. അമ്മയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. സ്മെല്ലുകൊണ്ട് അല്ലെ, അമ്മയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അമ്മ തൊട്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. വേറൊരാൾ തൊടുമ്പോഴേക്കും ചിലപ്പോൾ ഇറിറ്റേഷൻ കാണിക്കും അല്ലെ. അതല്ല, അപ്പൊ സെൻസസും മോട്ടോർ ആക്ഷൻസും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ പറയില്ലേ 3-ാം മാസം ഇങ്ങനെ ചെയ്തു, പിന്നെ 6 മാസമായപ്പോ ഇരുന്നു, 4 മാസമായപ്പോ ഇരുന്നു, 8 മാസമായപ്പോ പിടിച്ചു നിൽക്കാൻ നോക്കി, 1 വയസ്സായപ്പോ നടക്കാൻ നോക്കി. മോട്ടോർ ഡെവലപ്മെന്റ്സ് ആണ്, കുട്ടിയുടെ മൂവ്മെന്റ്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്റെ മോൻ 8 മാസമായപ്പോ നടക്കാൻ തുടങ്ങിയാണ്. അപ്പൊ അവൻ ശരിക്കും ഇരിക്കുന്നതിന് നടക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞെടുത്ത് ഇരിക്കുമ്പോ നടക്കണമെന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ പറയും. പക്ഷെ അവൻ ഇരിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല, നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരിലും ആ ഓർഡറിൽ ജനറലി പറയുമ്പോൾ ആ ഒരു ഓർഡർ ആണ് പറയുന്നത്. ലൈക്ക് കമിഴ്ന്ന് വീഴുന്നു, ഇഴയുന്നു, പിന്നെ പിടിച്ച് എണീക്കാൻ നോക്കുന്നു, ഇരിക്കുന്നു, ഇങ്ങനെ ബാലൻസ്, ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ അത് ഇരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കാര്യം. കഴുത്തുറയ്ക്കും. ഫസ്റ്റ് സ്റ്റേജിൽ കഴുത്തുറക്കി, അത് ഭയങ്കര പ്രശ്നമാണ്. കുട്ടിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറയില്ലേ, കഴുത്ത് ഉറച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേജ്, ഇൻഫാൻസി സ്റ്റേജ്, ഏജ് 2, അത് കുട്ടിയുടെ സെൻസസും മോട്ടോർ ആക്ഷൻസും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ ഇൻഫാൻസ് കണ്ടിന്യൂലി ടച്ച്, പിന്നെ ലുക്ക്, ലിസൺ, അവർ നോക്കും, കേൾക്കും അല്ലെ. പിന്നെ ചിലപ്പം എന്തെങ്കിലും കടിക്കാനും ചവയ്ക്കാനും ഒക്കെ തുടങ്ങും. ബൈറ്റ് ആൻഡ് ചൂ ഒബ്ജക്ട്സ്. പിയാഗറ്റ് പറയുന്നത് കുട്ടികളെ അലോ ചെയ്യണം ഈ വേൾഡിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെ അലോ ചെയ്യണം. ഇതൊരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. ഈ ഏർലി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. ബുദ്ധി നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു ബേസ് ആണ്, ആ ഒരു ടൈമാണത്. കാരണം അമ്മമാര് പറയണം, അമ്മൂമ്മമാരൊക്കെ പറയണ കേൾക്കാം, നല്ലപോലെ ഉറങ്ങണം എന്നാലേ അവരുടെ ബ്രെയിൻ വളരൂ. സെയിം ആണത്. അവരുടെ ബ്രെയിൻ, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കണമെങ്കിൽ അവർക്ക് നല്ല ഉറക്കം, നല്ലപോലെ ഓക്സിജൻ, നല്ലപോലെ ഭക്ഷണം ചെയ്യുമ്പോഴാണ് അവർ നല്ലപോലെ ഉറങ്ങുന്നത്. പിന്നെ പലപ്പോഴും ഇവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ്. ഒരു ടോയ് കാണുമ്പോ, ഒരു എലിഫന്റ് ആണ് വിചാരിക്കും, എലിഫന്റിന്റെ ഒരു ടോയ് ആണ്. അപ്പൊ അത് ടോയ് ആണ്, ഒറിജിനൽ അനിമൽ ആണോ എന്നത് ആ ഒരു ക്ലാരിറ്റി ഒന്നും അവർക്ക് ആ ഒരു ഏജിൽ ഉണ്ടാവില്ല. അവർക്ക് അത് കൺഫ്യൂഷൻസ് ആയിട്ട്. അപ്പൊ അവരതിനെ നോക്കും, അത് മൂവ് ചെയ്യാത്ത എന്താ, അതെന്താ അനങ്ങാത്ത, ഇങ്ങനെ എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഉള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും അവരുടെ മനസ്സിൽ.
അതുകൊണ്ടാണ് കീ കൊടുക്കുമ്പോ കരയുന്നതും ചിരിക്കുന്നതും അങ്ങനെയുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാറില്ലേ നമ്മൾ ആ സമയത്ത് കുട്ടിക്ക്. അപ്പൊ അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്, അവർ അതിനോട് സംസാരിക്കാൻ നോക്കും, അതിന്റെ കൂടെ കളിക്കാനായിട്ട് അങ്ങനെയൊക്കെ. മാം ഈ ടോക്കിംഗ് ടോം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ടോയ്സ്, അതൊക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതെ അതെ. മാം പിന്നെ താറാവ് ഇങ്ങനെ മുട്ടയിട്ട് നടക്കില്ലേ? ശരി. എന്നുവെച്ചാൽ അവർക്ക് അനങ്ങാണ്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അവരതിനെ നോക്കും, അതിനോട് സംസാരിക്കും, അതിനെ ടച്ച് ചെയ്യും ഒക്കെ ചെയ്യും. പിന്നെ അതിനോട് സംസാരിക്കുന്ന കാണാം ചില കുട്ടികൾ, അവരോട് 2 വയസ്സ് പ്രായമൊക്കെ. പിന്നെ ഒരു 2 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ സംസാരം അത്ര ക്ലിയർ ആയിട്ടില്ല. അവരുടേതായ ചില ലാംഗ്വേജ്, ചില കാര്യങ്ങൾക്ക് അവരുടേതായ പേരുകളായിരിക്കും പറയുന്നത്. അതൊക്കെ എനിക്ക് ചിലപ്പോൾ പറയാനുണ്ടാവുമായിരിക്കും അല്ലേ. എന്താ പറയാ, വീടിനകത്തേക്ക് ചാടി വരുന്നതല്ലേ പച്ചക്കുതിര എന്നാണോ നിങ്ങൾ പറയണേ? പച്ച കളറിൽ ഇങ്ങനെ ചാടി വരുന്ന സാധനം പച്ചപ്പയ്യൻ, പച്ചക്കാള. പലരും പലതാണോ പറയുന്നത്? ഓക്കെ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പച്ചക്കുതിര എന്ന് പറയും അതിന്. പച്ചപ്പുൽച്ചാടി എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു ജനറലി പറയുന്നത്. അതിന്റെ മോൾക്ക് ഞാൻ പച്ചക്കുതിര എന്ന് പറഞ്ഞു കൊടുത്താലും അവള് പറയുന്നത് പച്ച പുച്ചു എന്നായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികൾ അവരുടേതായ രീതിയിൽ ഓരോ വേർഡ്സ് ഉണ്ടാകും. പിന്നെ മോളില് പല്ലി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടേ, നമുക്ക് മൊബൈലൊന്നും അല്ലല്ലോ കാണിക്കുന്നത്. മോളില് പല്ലി വന്നിരിക്കുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന്, നമ്മളിപ്പോ +2 ആയി, ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പൊ ഈ പല്ലിയെ കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ പല്ലിയുടെ പ്രശ്നം എന്താ? പല്ലി കുറേ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കും. ഇവർക്ക് മൂവ്മെന്റ് അല്ലേ ഇഷ്ടം. കുട്ടികൾക്കൊക്കെ ഇത് കണ്ടല്ല, അത് അനങ്ങണതാണ് അവർക്ക് താല്പര്യം. അനങ്ങുമ്പോഴാണ് അവര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കും പല്ലി ഒന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അവള് പല്ലിക്കിട്ട പേര് എന്നായിരുന്നു. ഞാൻ ആക്ച്വലി പല്ലി ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ശബ്ദമായിരുന്നു. പക്ഷെ കുട്ടി അതിന്റെ പേര് അതാണെന്ന് കുറേ നാളങ്ങനെ തന്നെ അതിനെ പറഞ്ഞത്. പിന്നെ കുറച്ചുകൂടെയൊക്കെ വലുതായപ്പോഴേ നമ്മളുടെ വീട്ടിൽ മുറ്റത്തും പറമ്പിലും ഒക്കെ പല ടൈപ്പ് ഉറുമ്പിനെ കാണുമല്ലോ. നട്ടുറുമ്പുണ്ട്, ഫിഷറുണ്ട്, പിന്നെ അല്ലാതെ ചിലപ്പോ ഇത്തിരി കറുത്തിട്ട് വലിയ സൈസുള്ള വേറെ ടൈപ്പ് ഉറുമ്പുണ്ട്. അപ്പൊ ഇങ്ങനെ കാണാത്ത സൈസ് ഒരു ഉറുമ്പിനെ കണ്ടപ്പോ ഇച്ചിരി വലിപ്പമുണ്ട്. എന്നോട് മോള് ചോദിച്ചത് എന്ത് സാധനം ചോദിച്ചു. ഞാൻ പറഞ്ഞു സൈസ് ഉറുമ്പ് എന്ന് പറഞ്ഞു. അവള് പിന്നെ അതിനെ പറയണ ഒരു സൈസ് ഉറുമ്പ് എന്നായിരുന്നു അതിനെ കുറേ നാള് പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്യാനുണ്ടാവുമായിരിക്കും നമ്മളുടെ കുട്ടികള് ഓരോന്ന് പറയും. എനിക്കിതൊക്കെ നല്ല ഓർമ്മയുണ്ടെന്ന്. ഇങ്ങനെ കാരണം അതൊക്കെ കേൾക്കുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് അവർ ആ ഒരു മെയിൻ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആ രീതിയിൽ എടുത്തു. അപ്പൊ ഇൻഫാൻസി സ്റ്റേജ് അതായിരുന്നു. അവർക്ക് വേറെ ടോക്കിംഗ് സ്റ്റേജ് ആണ്. കൂടുതൽ അവർ സംസാരിക്കുന്നില്ല, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അവര് ടോയ്സ് അവര് ജീവനുള്ള അനിമൽസ് ആയിട്ട് തന്നെ വിചാരിക്കും. അങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, അതിനോട് സംസാരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാം നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ മൊബൈലൊന്നും ഇല്ലല്ലോ നമ്മുടെ കാലത്തൊന്നും. അപ്പൊ നമ്മള് അമ്മമാര് പറയുന്നത് പോലെ അമ്മമാര് പറയുന്നതാണ് കാര്യം. അപ്പൊ അവരെന്താ ചെയ്യണം അത് അനുകരിക്കും. ഇപ്പൊ കളിക്കണതൊക്കെ എന്ന് വെച്ചാൽ അവരെന്താ ഫുഡ് ഉണ്ടാക്കണം അതുപോലെ നമ്മളും കാണിക്കൂല ഇപ്പൊ. പിന്നെ പഠിക്കണ സമയത്താവുമ്പോ ടീച്ചേഴ്സ്, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ കൂട്ടിയേ ആ ടീച്ചർ എങ്ങനെയാ അതുപോലെ കളിക്കും. ഇപ്പത്തെ പിള്ളേർ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ മൊബൈലിലെന്താ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യണം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അമ്മമാര് പറയുന്നതും ഗുരുക്കന്മാര് പറയുന്നതും അതൊക്കെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. പിന്നെ KG ക്ലാസ്സിൽ വെച്ച് മറ്റേ പാർട്സ് ഓഫ് ബോഡി എടുക്കൂലേ? അപ്പൊ ടീച്ചറല്ലേ നിന്റെ കൈയും കാലും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഹാൻഡ്, ഹെഡ്, മൈ ഹെഡ്, മൈ ലെഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കല്ല. അപ്പൊ മൂത്ത കുഞ്ഞ് LKG പോകണേ ഇത് ടീച്ചറിന്റെ തല, ടീച്ചറിന്റെ കൈ, ടീച്ചറിന്റെ കാല് എന്നൊക്കെ ഇങ്ങനെ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ആശാൻ അങ്ങനെ കഷ്ടപ്പെട്ട വളരെ പാടുപെട്ടാണ് അങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തത്. അങ്ങനെ ഇപ്പൊ അതൊക്കെ പറയുമ്പോഴത്തേക്കും ആള് ചിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇൻഫാൻസി സ്റ്റേജ് അതാണ്. നിങ്ങൾക്ക് കുറച്ചധികം വായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ വായിക്കുക, മനസ്സിലാകുന്ന പോയിന്റ്സ് നോട്ട് ചെയ്തു.
the next stage, second one, the pre-operational stage. അതായത് age 2. നമ്മൾ 2 വരെയാണ് ഇൻഫാൻസി സ്റ്റേജില് സെൻസറി മോട്ടർ സ്റ്റേജ് വന്നത്. ഫസ്റ്റ് വൺ സെൻസറി മോട്ടർ സ്റ്റേജ് ആയിരുന്നു. സെൻസസും മോട്ടോർ ആക്ടിവിറ്റീസും, എല്ലാ സെൻസസും കേൾക്കുക, കാണുക, സ്മെല്ലിങ് എല്ലാം അതിനകത്ത് വരും. പിന്നെ മൂവ്മെന്റ്സ്, അത് ടു ഏജ് 2 ആയിരുന്നു. ആ സമയത്ത് അവര് ബേർലി ടോക്ക്, അവരുടെ സംസാരം കായി വരലായിരുന്നു. നെക്സ്റ്റ് ഏജ് 2 തുടങ്ങി 7 വരെയാണ്. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 തുടങ്ങി 7 വരെ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റില്ല അല്ലെ? കാരണം ഇത് ജീവനുള്ള ടോയിനെ കാണിച്ചിട്ട് ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയും. അവർക്ക് ഒരു ന്യൂ എബിലിറ്റി അവിടെ റിലേറ്റഡ് ആവും. അവരങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഒരുവിധമൊക്കെ മാറി അവർ പല ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ പലപ്പോഴും ഒരു ഓർഗനൈസ്ഡ് വേ, അഡൽട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് വേയിലേക്ക് അവരെത്തില്ല. കുട്ടികളാണല്ലോ അവർ, പക്ഷെ അവരുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നടക്കാറില്ല. ഡ്രമാറ്റിക് പ്ലേ, ടീച്ചർ കുട്ടി കളിക്കൽ കൂടുതലല്ലേ ഒരു ഏജില്. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവരിങ്ങനെ ഒരു ഡ്രമാറ്റിക്, അവര് ടീച്ചറായിട്ടും ആരെങ്കിലും വിളിച്ച് സ്റ്റുഡൻസ് ആയിട്ടും വെച്ചിട്ട് ടീച്ചർ കുട്ടി കളിക്കും, അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും അച്ഛനും അമ്മയും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കേട്ട് അങ്ങനെ ഡ്രമാറ്റിക് പ്ലേ ഈ ഒരു ഏജിലാണ്. പിന്നെ പലപ്പോഴും ഒരു ഇമാജിനറി വേൾഡ്, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് ഇത് തന്നെയാണ്. അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് അവർ അതിനകത്ത് പല പല കാര്യങ്ങളും അവരുടെ ഇമാജിനറി ഒരു വേൾഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടത് ആലീസിന് തോന്നിയ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞിരിക്കും. അതുപോലെ ഈ കുട്ടികൾ ഒരു ഇമാജിനറി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് തന്നെ ഇമാജിനറിയും ആകും, പിന്നെ റിയലിസ്റ്റിക് ആയിട്ടും കാര്യങ്ങൾ വരാം. ഒരു ഡുവൽ പ്രോസസ്സിംഗ് ആണ്, ഇമാജിനറി റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു ഡുവൽ പ്രോസസ്സിംഗ് ആണ്. നാളെ ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താ പറഞ്ഞാല് ഇങ്ങനെ ഡ്രമാറ്റിക് പ്ലേ അവർ ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ കുട്ടികളെ കൊണ്ട്, ഈ ഒരു ഏജ് വരുന്ന കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ് ക്ലാസ് റൂമില് ഇതുപോലുള്ള ഗ്രൂപ്പ് പ്ലേ, അതുപോലെ ഇനാക്ട് പ്ലേ, ഒരു റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കാവുന്നതാണ്. അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അത് ആ ഒരു ഏജ്, ആ ഒരു ഡ്രമാറ്റിക് പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരു ഏജ് ആണ് 2 തുടങ്ങി 7 വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. റിയലുമായിട്ടും അവർ കണക്ട് ചെയ്യാനായിട്ട് പോകും. ഇങ്ങനെ ഏജിൽ വരുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ഡ്രമാറ്റിക് പ്ലേ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാവുന്നതാണ്. അത് അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മോറൽ വാല്യൂ കിട്ടുന്ന ഒരു പ്ലേ ആണെങ്കിൽ അതിലൂടെ കുട്ടി അത് പഠിക്കുക. അല്ലാതെ കുട്ടി ഇങ്ങനെ മോറൽ വാല്യൂ ഇങ്ങനെ 10 പ്രാവശ്യം എഴുതിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു കേൾപ്പിച്ചിട്ടോ അല്ല, ഇതുപോലൊരു പ്ലേയിലൂടെ ഒരു മോറൽ വാല്യൂ, അതായത് ഫ്രണ്ടിന് ഷെയറിങ് അങ്ങനെ ഒരു കാര്യം, ഒരു വാല്യൂ പഠിപ്പിക്കുന്ന വെച്ചിട്ട് ഒരു ഡ്രമാറ്റിക് ഒരു പ്ലേയിലൂടെ അത് ഈ കുട്ടികളെ തന്നെ ആക്ട് ചെയ്യിച്ചിട്ട്, ഇപ്പൊ ക്ലാസ്സിൽ അങ്ങനെ ഒത്തിരി ഒന്ന് ഷെയർ ചെയ്യാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി ആ പ്ലേയിൽ ആക്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അതിലൂടെ ആ കുട്ടി അത് പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ ടീച്ചേഴ്സിന് പല ആക്ടിവിറ്റീസും ചെയ്യാം. അത് ഈ സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 എന്നുള്ളത്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 7 തുടങ്ങി 11 ഇയേഴ്സ് ആണ്, ടീനേജിലേക്ക് കടത്തുകയുള്ളത്. ഈ ഒരു സമയത്ത് 7 to 11 എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടി ഒരു 2-3 ക്ലാസ് ആ ഒരു ഏജ് ആയിരിക്കുമല്ലോ. ആ ഒരു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു എലമെന്ററി സ്കൂളിലായിരിക്കും. ആ സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഐഡിയാസ് വരും, കുറച്ചുകൂടെ അവർ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നേരത്തെ ഓർഗനൈസ്ഡ് ആയിട്ട് അവരൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റാത്ത ഒരു ടൈമായിരിക്കും. ഇവിടെ അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും. എന്നാലും അഡൽട്സ് യൂസ് ചെയ്യുന്നതുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം കുട്ടികളുടെ വേ വേറെയാണ് അഡൽട്സ് ചെയ്യുന്ന പോലെ. ഇപ്പൊ ഒരു കർച്ചീഫ് മടക്കി വെക്കാനാണെങ്കിൽ ചിലപ്പോൾ കുട്ടി മടക്കുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ വരില്ലായിരിക്കാം, ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ, അതൊന്നും ഉണ്ടാകാം. അതുകൊണ്ട് അഡൽട്സ് ചെയ്യുന്ന രീതിയുമായിട്ട് ഈ ഒരു ഏജിനെ കമ്പയർ ചെയ്യരുത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്
ഈ ഒരു ഏജ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അവർക്ക് അവരുടെ അക്കാദമിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ അക്കാദമിക് ടാസ്കിന് സക്സസ്ഫുൾ ആവാമെന്നാണ് പിയഗറ്റ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ കുട്ടികളെ അഡിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഏജിലാണല്ലോ. അതായത് ഒരു നമ്പറിന്റെ കൂടെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ അത് കൂടും, ഇൻക്രീസ് ചെയ്യുന്നുള്ളത് കുട്ടിക്ക് അറിയാം. 5+2 5 എന്നുള്ളത് 5ന്റെ കൂടെ 2 വന്നപ്പോഴേക്കും 7 ആയി മാറും. ഇനി ഒരു നമ്പറിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാതിരിക്കുകയും അത് ടേക്ക് അവേ കുറയ്ക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്പർ സെയിം ആണ്. ആ കൺസെപ്റ്റ് ഒക്കെ കുട്ടിയിലേക്ക് പെട്ടെന്ന് തന്നെ ആ കുട്ടിയിലേക്ക് വരും. ആ കൺസെപ്റ്റ് ഒക്കെ അതിന് മനസ്സിലാകും. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറയും, ഈ കയ്യില് 5 ചോക്ലേറ്റ്സ് ഉണ്ട്, ഇതിന് 2 ചോക്ലേറ്റ് എടുത്ത് വേറൊരാൾക്ക് കൊടുത്താൽ ബാക്കി എത്ര, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പേപ്പർ വരെ വേറെ എന്തെങ്കിലും വെച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഒരു ഏജിലെ കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് മനസ്സിലാകും. ഒന്നും എടുത്തില്ലെങ്കിൽ അത് അങ്ങനെ സെയിം ആയിട്ട് തന്നെ ഇരിക്കും. എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അത് അവിടെ കുറയും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനോട് ചേർക്കുവാണെങ്കിൽ അവിടെ കൂടും. ആ ഒരു ഇതൊക്കെ കുട്ടിയിൽ വരും. ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് ഇപ്പോൾ ഒരു 5 ചോക്ലേറ്റ്സ് കിട്ടി, വീട്ടില് വേറെ 2 കിഡ്സും കൂടി ഉണ്ട്, അവർക്കും കൊടുക്കണം. അപ്പൊ അത് അകത്തേക്കേമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കുട്ടിക്ക് വരില്ല. 5 ഉണ്ടല്ലോ, മോർ ദാൻ ഇനഫ്, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല, കൊടുക്കാനുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഒരെണ്ണം കിട്ടുമ്പോഴാണ് ആ ഒരു കൺഫ്യൂഷൻ. ആ രീതിയിലുള്ള സെൻസസ് എല്ലാം വരും. അതായത് അരിത്തമെറ്റിക് ടാസ്ക് നമ്മൾ ശരിക്കും ആ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം പഠിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. പിന്നെ ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും 0 സബ്ട്രാക്ട് ചെയ്താലും ആ നമ്പറിന്റെ വ്യത്യാസമൊന്നും വരുന്നില്ല, അത് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കുട്ടിയിലേക്ക് പെട്ടെന്ന് വരും. മാം, തൊണ്ടയ്ക്ക് വയ്യെങ്കിൽ ചൂടുവെള്ളം കുടിച്ചിട്ട് ബാക്കി ക്ലാസ് എടുത്താൽ മതി മാം. വെള്ളം ഇവിടെ ഇരിക്കുന്നത് അല്ല, കുറച്ചു നേരം കൊണ്ടൊരു പനി ചുമയൊക്കെ ആയിരുന്നു. ഓക്കെ, ഉള്ളതിന് ചൂട് പോയി. നമുക്ക് സ്റ്റേജസ് മനസ്സിലായല്ലോ. ഈവെന്തോ ഞാൻ അത് ലിങ്ക് ഒന്നും ഷെയർ ചെയ്തില്ലെങ്കിലും സ്റ്റേജസിന് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ പോയ കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അതന്നെ അപ്പൊ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനേക്കാളും കൂടുതൽ ലോജിക്കലി കുട്ടികൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻസ് കുറവാണ്. ആ ഒരു ഏജിൽ പോയിട്ട് അവരെ അഡിഷൻ അല്ലെങ്കിൽ 5 ചോക്ലേറ്റ്സ് കൊടുത്തിട്ട് 2 എടുത്താൽ എന്താ സംഭവിക്കുന്നത് അവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇവന്റെ പോയി അങ്ങനെയുള്ള രീതിയായിരിക്കും. പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് കുറെ വായിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഞാൻ പറയാം. എല്ലാ സ്റ്റേജും ഒന്നും പറയാൻ വേണ്ടിയിട്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഏജ് 11 ആൻഡ് ബിയോണ്ട്. അതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് പറയുന്നത്. 2 to 2 പറഞ്ഞു, 2 to 7 അല്ലേ നമ്മൾ 2 to 11 2 to 7 അല്ലേ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 to 11 തേർഡ് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് 11 years ആൻഡ് ബിയോണ്ട്. 11 വയസ്സും അതിന് ശേഷം ടീനേജ്, അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, അങ്ങനെ ഓരോരോ ഫേസ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് ആണ് പിയഗറ്റിന്റെ. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു പ്രായം. പക്ഷെ അവരെ ഒന്നും കൊടുത്ത് നമുക്ക് ഇത് പറ്റിക്കാനൊന്നും പറ്റില്ല. അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി വരുന്ന പ്രായം. പിന്നെ എന്താ പറയാ, കാരണം കുട്ടികളോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നേരത്തെ കുഞ്ഞു പ്രായത്തിൽ അവർക്കായിരുന്നു ഡൗട്ട്സ്, നമുക്കിത് അവരെ ലിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ വേൾഡിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം വച്ചിട്ട് മരങ്ങളില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആൻസർ ഇഷ്ടംപോലെ ഉണ്ടാവും.
അല്ലെ? വെള്ളമില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇഷ്ടംപോലെ ആൻസർ പറയും. പിന്നെ ഓയിൽ, വണ്ടിയിൽ ഓടിക്കാൻ പെട്രോൾ, ഡീസൽ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കും. ഈ ആൻസേഴ്സ് അവർ പറയും. അവരിതെല്ലാം നല്ലപോലെ ചിന്തിച്ച് ആൻസർ ചെയ്യും. മരമില്ലായിരുന്നെങ്കിൽ, മരമില്ലാതെ, മരം ഉണ്ടെങ്കിലുള്ള പ്ലസ് പോയിന്റ്സ് അവർ ചിന്തിക്കും. ഇല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഓരോ കാര്യവും അവർ ചിന്തിക്കാനായിട്ട് വരും. എന്തൊക്കെ വീഡിയോസ് ഒക്കെ ആ ലിങ്കിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. കുട്ടിയുമായിട്ട് ഒരു ഡയറക്ടേഴ്സ് സംസാരിക്കുന്നതും അതല്ല. സമയത്തോടെ എടുത്തുവാണെങ്കിൽ ഓപ്പൺ ചെയ്തു. അപ്പൊ ഈ 4 സ്റ്റേജിന്റെ കാര്യങ്ങൾ ഇതാണ്. വായിക്കാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പറയും. അപ്പൊ പിയാഗെറ്റിന്റെ 4 സ്റ്റേജസ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് 4 സ്റ്റേജസ്. കുട്ടികളുടെ ബുദ്ധി വികാസം നമ്മൾ കണ്ടിട്ടില്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതായത് ബുദ്ധി അധികം വികസിക്കാത്ത കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവർ കാര്യങ്ങളെ കാണുന്നതും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിച്ച കുട്ടി പറയാറില്ലേ, ചില കുട്ടികളുടെ രൂപം സൈസ് ഉണ്ട്, പക്ഷേ ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. ഒത്തിരി ചിലപ്പോൾ ബൈ ബർത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് അവരെ അവരുടേതായ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ഇല്ലാതില്ല. പക്ഷെ ചെറുപ്പത്തിലേ നമ്മളത് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് തെറാപ്പിയിലൂടെ അത് മാറ്റാനായിട്ട് സാധിക്കും. അതിനുള്ള തെറാപ്പി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. 4 സ്റ്റേജസ്. ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ സ്റ്റേജ്. അറിയാം, കുട്ടിയുടെ എല്ലാ സെൻസസും, കാരണം അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല. ചെവി, മൂക്ക്, സ്മെല്ലിന്, ടച്ച് ഒക്കെയാണ് കുട്ടിക്ക് മനസ്സിലാകാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ മൂവ്മെന്റ്സ് കൂടിയാണത്. ചില സാധനങ്ങൾ മൂവ്മെന്റ് കാണുമ്പോൾ അതിന് മനസ്സിലാവില്ല. മൂവ്മെന്റ്സിലൂടെയാണ് അത് അറിയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ സെൻസറി മോട്ടർ, സെൻസസും മോട്ടർ ഡെവലപ്മെന്റും. ബർത്ത് 2 years പിയാഗെറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ 2 to 7 ആയിരുന്നു. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിരുന്നു. കൺഫ്യൂഷൻസ് ഉണ്ട്, പിന്നെ എന്താ പറയാ, അവര് കാര്യങ്ങൾ കുറേ വിഷയമായിട്ട് മനസ്സിലാക്കി വരുന്നു. അങ്ങനെയൊക്കെയാണ് 2 to 7 വന്നത്. നെക്സ്റ്റ് വന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണയായി വരുന്നു. ലോജിക്കൽ റീസണിങ്, അവരുടെ തിങ്കിങ് ഒക്കെ കൂടുതൽ ഡെവലപ്പ് ആകുന്നു. അക്കാദമിക് എക്സ്പീരിയൻസ് ഒക്കെ ശരിയായി വരുന്ന ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്നു. ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഏജ് 11 ആൻഡ് ബിയോണ്ട്, അതിലേക്ക് പോകുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ. ആ ഒരു സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഫസ്റ്റ് സെൻസറി മോട്ടർ, സെക്കൻഡ് വൺ ക്ലിയർ അല്ല, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ചെറുതായിട്ടൊരു പതറിച്ചുണ്ട് കേൾക്കണത്. കുറെ നേരമായി. കേട്ടില്ല. മൈക്ക് ക്ലിയർ അല്ലായിരുന്നു മാം. അത് തുടക്കമുണ്ടായിരുന്നു പ്രോബ്ലം. ലാസ്റ്റ് 2 സ്റ്റേജസ് ക്ലിയർ ആയില്ല എന്നാണോ പറഞ്ഞത്? മാം ചില ആംഗിളിലേക്ക് മാം തിരിയുമ്പോ വോയിസ് ഇത്തിരി ക്ലാരിറ്റി കുറയുന്നുണ്ട്. 4 സ്റ്റേജസ് പറഞ്ഞത്. ഫസ്റ്റ് വൺ സെൻസറി മോട്ടർ സ്റ്റേജ് 0 to 2, അതായത് ബർത്ത് 2. ഇപ്പൊ ക്ലിയർ ആണോ? നെക്സ്റ്റ് 2 to 7 ആയിരുന്നു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് 7 to 11 ആയിരുന്നു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ലാസ്റ്റ് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 years പ്ലസ്, അതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വന്നത്. ഈ 4 സ്റ്റേജസ് ആണ് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് വേണ്ടത്. നമ്മളുടെ നോട്ട്സ് എന്താ പറഞ്ഞത്? മാം ഇതിന്റെ PDF മാം അയച്ചിട്ടുണ്ടോ? ഞാൻ നാളെ ഷെയർ ചെയ്യും. നാളെ നമ്മളുടെ PDF-ന്റെ, നാളെ അല്ല, നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ് എന്നാണോ അന്ന് ഇതിന്റെ ലിങ്ക് ഞാൻ നാളെ ഷെയർ ചെയ്യും. നെക്സ്റ്റ് ക്ലാസ് ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ ഞാൻ ഇതിന്റെ
ചാപ്റ്ററിന്റെ PDF വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ എറിക്സന്റെ നമ്മള് സ്റ്റേജ് 8 നമ്മൾ ഡിസ്കസ് ചെയ്തതാണോ, അതോ ഞാൻ ക്ലാസ്സിൽ കയറാത്തോണ്ടാണോ? എറിക്സന്റെ ആണോ? ഞാൻ 7 വരെ നോട്ട്സ് എഴുതിയിട്ടുള്ളൂ. 8 നമ്മൾ ഡിസ്കസ് ചെയ്തോന്ന് എനിക്കൊരു സംശയം. ക്ലാസ്സിൽ വേറെ ആരെങ്കിലും റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നല്ലായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സുമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ട് 2 ദിവസമായി. 8 സ്റ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് 8 സ്റ്റേജ് പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. പിന്നെ ഈ നമ്മളിപ്പോ എറിക്സന്റെ കേസ് നമ്മൾ പറഞ്ഞു. പിയാഗറ്റ് പിന്നെ വിഗ്ഡോസ്കി ഉണ്ട് കേട്ടോ. വിഗ്ഡോസ്കിന്റെ ഒരു സൈക്കോ അനാലിസ്റ്റ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെ? സിജി പറയുമ്പോ ആ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ സിജിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും. ഇവരെല്ലാരും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പല അവരുടെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. നമുക്ക് ഊഹിക്കാലോ, അവർ എക്സ്പീരിയൻസ് ചെയ്തത് വെച്ചിട്ടല്ലേ അവർ ഈ ഓരോ സ്റ്റേജസും പ്രൊപ്പോസ് ചെയ്തത്, ആണോ? ഇപ്പൊ ഞാനിപ്പോ ഒരു മണിക്കൂറത്തേക്ക് പുറത്തേക്ക് പോവാണ്. മഴയുണ്ടായിരുന്നു വിചാരിക്കുക. ആ മഴയത്ത് എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. സിജി അല്ലെങ്കിൽ ജെസ്സി ആരോന്ന് വെച്ചോ, നിങ്ങൾ പോയപ്പോഴും മഴയുണ്ടായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല മഴയത്ത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു മഴയത്ത്. നിങ്ങളെ സംബന്ധിച്ച് ഓക്കെ ആയിരുന്നു മഴ, പക്ഷെ എന്നെ സംബന്ധിച്ച് ഓക്കെ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരേ സിറ്റുവേഷനാണ് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഈ സൈക്കോ അനാലിസ്റ്റുകളെല്ലാം പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറയുന്നത് പിയാഗറ്റ് ഇങ്ങനെ പറയാൻ കാരണം, പിയാഗറ്റ് ഈ ചൈൽഡ്ഹുഡിന്റെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് പറയും. ഇങ്ങനെ ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോ ഏജ് വെച്ച് പറഞ്ഞു. അതിന് കാരണം പിയാഗറ്റ് ഒറ്റ കുട്ടിയായിട്ട് വളരെ ലോൺലി ചൈൽഡായിട്ട് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ഇങ്ങനെ ഇരിക്കുന്നത്. അതേസമയം വിഗ്ഡോസ്കി എന്ന് പറഞ്ഞ ഒരു സൈക്കോ അനാലിസ്റ്റ് ഉണ്ടായിരുന്നു. വിഗ്ഡോസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് വളർന്നു വന്ന ഒരാളാണ് വിഗ്ഡോസ്കി. അപ്പൊ വിഗ്ഡോസ്കിയുടെ ഒബ്സർവേഷൻസ് അതുപോലെ മനോഹരമായിരുന്നു. അതാണ് പിൽക്കാലത്ത് ഇതൊക്കെ പഴയ 19 ആ നൂറ്റാണ്ടുകളിൽ ആ സമയത്തുള്ളവരല്ലേ. അപ്പൊ പിന്നീട് വന്ന പല സൈക്കോ അനാലിസ്റ്റുകളും ഇവരുടെ ഒബ്സർവേഷൻസ് റെഫർ ചെയ്യുമ്പോൾ, സ്റ്റഡി ചെയ്യുമ്പോൾ, റിസർച്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു കണ്ടുപിടുത്തമാണ്. പിയാഗറ്റ് ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു. ഇവരുടെ വേറെ ബോർഡ്സ് നോക്കിപ്പോയി. വിഗ്ഡോസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിറയെ ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നും വളരെയധികം സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫാമിലി, വളരെയധികം സോഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളായിരുന്നു വിഗ്ഡോസ്കി എന്നുള്ള സൈക്കോ. ഇവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പലരുടെയും ഒബ്സർവേഷൻസ് പലതായപ്പോ ഇപ്പോഴത്തെ തലമുറയിലുള്ളവര് അതൊന്ന് റിസർച്ച് ചെയ്തപ്പോ അവരുടെ ഒരു കണ്ടുപിടുത്താണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വെച്ചിട്ടാണ് അവർ ഈ സ്റ്റേജസ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു രീതി, ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഓരോരുത്തരുടെ സ്റ്റേജ് മനസ്സിലാക്കാൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഭയങ്കര ക്ലിയർ. ഈ ട്യൂസ്ഡേ കാണാം. ട്യൂസ്ഡേ കാണുമ്പോൾ നമ്മൾ യൂണിറ്റ് 4 ആയിരിക്കും എടുക്കുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ യൂണിറ്റ് 6 സൈക്കോളജി കഴിഞ്ഞു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തതിന് ശേഷം യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Okay, ma'am. Thank you. താങ്ക് യു മാം. ബൈ മാം. ഗുഡ് നൈറ്റ്.